പൂജക്കോണം ഇതൊക്കെ അല്ലേ. അപ്പോൾ നമുക്ക് ഒരു സാമ്പാർ വയ്ക്കാം. ബന്ധപ്പെട്ട സാമ്പാർ കുറച്ച് പരിപ്പ് ആദ്യം കൈക്ക് ഒരു 3 കൈ പരിപ്പ്, 3 കൈ പരിപ്പ് അത് മതി. നമ്മുടെ തുവരപ്പരിപ്പാണ് സാമ്പാർ വയ്ക്കാൻ. തുവരപ്പരിപ്പ് അതുപോലെ ഞാൻ ഇങ്ങനെ കൈക്ക് 4 കൈ എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി നമുക്ക് കുക്കറിലേക്ക് ഇടുകയാണ്. കുക്കറിലിട്ട് ഒരു 4-5 വിസിൽ. അപ്പോൾ ശരിക്കും വെന്തങ്ങട് അരിയുള്ളൂ. പരിപ്പ് കുക്കറിലേക്ക് ഇട്ടു. ഒരു 1/2 കപ്പ്, ചെറിയ കപ്പിന് ഒരു 1/2 കപ്പ് വെള്ളം അതിലേക്ക് ഒഴിച്ചു. കൂടുതൽ വെള്ളമായ കുക്കറല്ല, വിസിലടിക്കുമ്പോൾ ഒക്കെ തെറിച്ച് പോവും. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടു. അല്പം പച്ച വെളിച്ചെണ്ണ. ഇതെന്താണെങ്കിൽ നമുക്ക് കുക്കറിൽ നിന്ന് ഇങ്ങനെ തിളച്ച് വിസിലടിക്കുമ്പോൾ തെറിച്ച് പോവാതിരിക്കാനാണ്. അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു. ഇനി ഇത് നമുക്ക് വേവിക്കാം. വേവാൻ വയ്ക്കാം. ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് പിന്നെ ശരിക്കും വെന്ത് അടിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് എന്നുവെച്ചാൽ വെണ്ടയ്ക്കയുടെ ഒപ്പം തക്കാളിയും ക്യാരറ്റും ഇട്ടുണ്ടെങ്കിൽ വേവില്ല. അപ്പോൾ നമുക്ക് ഈ തക്കാളിയും ക്യാരറ്റും കൂടി ഒന്നിട്ട് വിസിൽ വരണ്ട, അതിന് മുമ്പ് നമുക്ക് ഓഫാക്കാം. ഇത് കുക്കറിലേക്ക് മുരിങ്ങക്കായൊക്കെ ഒന്ന് തിളച്ച ഇതാണ്. ക്യാരറ്റ് ഇടണത് എന്താണെങ്കിൽ അതിരിനെ തിരിക്കാനാണ്. അതിരി വേറെ പച്ചക്കറി ഒന്നും അതിരിക്ക് കഴിക്കാൻ ഭയങ്കര മടിയാണ്. അപ്പോൾ ഞാൻ വേറെ കുറേ കഷ്ണങ്ങളൊന്നും ഇടാനില്ല. ചില സ്ഥലത്ത് മത്തങ്ങ, കുമ്പളങ്ങ അങ്ങനെയുള്ള ഇതൊക്കെ ഇടും. അങ്ങനെ കുറേ കഷ്ണങ്ങളിട്ട് ഇതാക്കണ്ട. ഇത് നമുക്കൊന്ന് അടച്ച് വേവിക്കാം. നമുക്ക് ഒരു സ്പൂണ് മല്ലിപ്പൊടി എടുക്കാം. ഒരു ഫുള്ളായിട്ടൊരു സ്പൂണ് മല്ലിപ്പൊടി എടുക്കാം. സാമ്പാറിലേക്ക് മല്ലിപ്പൊടി എടുത്തു. ഒരു സ്പൂണ് മുളക് പൊടി, വെച്ചാൽ പച്ചമുളക് ഇട്ടിട്ടുണ്ട്. ഒരു ഒന്നര സ്പൂണും മുളക് പൊടി. എരിവ് പോരെങ്കിൽ നമുക്ക് കടുക് താളിക്കുമ്പോൾ അതിൽ കൂടെ ഇതാക്കി ഇടാം. അതൊന്ന് ചൂടാക്കാം. പച്ചക്കുത്തൊന്ന് മാറാനായിട്ടൊന്ന് ഇതാക്കി ചൂടാക്കി എടുത്തു. പൊടിയാണ് സാമ്പാറിലേക്ക് ആയിട്ട് ഞാൻ വറുത്ത് പൊടിച്ചെടുത്ത ഒരു പൊടിയാണ്. അത് ഒരു 2 സ്പൂണ് ഇട്ടു. അതിൻ്റെ ഞാൻ ശരിക്കും അത് പറഞ്ഞു തരാം. ഒരു ദിവസം എനിക്ക് കുറച്ച് പൊടി കൂടി ഉണ്ടാകാൻ കഴിയുമ്പോൾ ഞാൻ ഇത് എടുത്ത് അതിൻ്റെ കൂട്ടൊക്കെ എടുത്ത് കാണിച്ചു തരാം. മഞ്ഞപ്പൊടി ഇട്ടു. നമ്മൾ പരിപ്പിൽ കുറച്ച് ഇട്ടിട്ടുണ്ട്. അപ്പോൾ കുറച്ചുകൂടി മഞ്ഞപ്പൊടി ഇട്ടു. ഇത് നമുക്ക് സാമ്പാറിലേക്ക് ചേർക്കാം. വലിയ ക്യാരറ്റൊക്കെ ആണെങ്കിൽ നമ്മൾ 4ആയിട്ട് കീറിയിട്ട് ഇങ്ങനെ ആയിട്ട് കഷ്ണാക്കുക. അത് ഓരോരുത്തരുടെ ഇഷ്ടമനുസരിച്ച് നുറുക്കാം. പക്ഷേ വല്ലാണ്ട് ചെറുതാവണ്ട, ഉടഞ്ഞു പോകും. പിന്നെ തക്കാളി ആയാലും തക്കാളി നമ്മൾ 4ആയിട്ട് കീറി ഇടുക. വട്ടം നുറുക്കണ്ട. സാമ്പാറിലേക്കൊക്കെ നമ്മൾ കീറി ഇടുക ചെയ്യുക ഇങ്ങനെ. അപ്പോൾ അത് വെന്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് ചുവന്നുള്ളി, ഒരു 2 പിടി ചുവന്നുള്ളി ഇട്ട് കൊടുക്കാം. ചുവന്നുള്ളി ഉള്ളി തന്നെ സാമ്പാർ വെക്കാം കേട്ടോ. ഉള്ളി സാമ്പാർ അങ്ങനെ വെക്കാം. ഞാനപ്പോൾ ഇതിലേക്ക് കുറച്ച് ഉള്ളി അതൊന്ന് വാടുമ്പോൾ നമുക്ക് എടുത്തത് ഇടാം. 2 മുരിങ്ങക്കായാണ് എടുത്തേക്കണം. അത് ഇങ്ങനെ ഒന്ന് പുറമൊന്ന് ചിരണ്ടി കളഞ്ഞിട്ട് ഇങ്ങനെ നമ്മൾ മുറിക്കുമ്പോൾ ഒരു നാര് ഇങ്ങനെ അതങ്ങനെ നമ്മൾ കളയുക. കുറേശ്ശെ നീളത്തിൽ 2 മുരിങ്ങക്കായ. ഞാൻ മുരിങ്ങക്കായ ഇപ്പോൾ കുറേ കാലമായിട്ട് അങ്ങനെ എടുക്കാറില്ല. എന്ന് വെച്ചാൽ വില കൂടുതലും സീസൺ അല്ലല്ലോ. അപ്പോൾ ഞാൻ മുരിങ്ങക്കായ ഒഴിവാക്കാറ് പതിവ്. ഇപ്പോൾ ഇന്നലെ മേടിച്ചു കൊണ്ടുവന്നു. പിന്നെ വെണ്ടയ്ക്ക ഇതേപോലെ നുറുക്കിയെടുക്കുക. ഒരു 150-200 ഗ്രാമിനടുത്തുണ്ട് വെണ്ടയ്ക്ക. നമുക്ക് അതിലേക്ക് ഇടാം. ഇതിലേക്ക് കുറച്ച് ഉപ്പിടാം. നമുക്ക് കുറച്ച് ഉപ്പ് നമുക്ക് പാകം നോക്കി ചേർക്കാം.
ഞാൻ അല്പം കായം. എപ്പോഴും സാമ്പാറിലേക്ക് നമ്മൾ പച്ചക്കായമാണ് എടുക്കുക. ഇതിപ്പോൾ ഇത്രയ്ക്ക് കായം ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് പിച്ചേരിക്ക് പച്ചക്കായാണ് നല്ല മണവും ഇതൊക്കെ കിട്ടുക സാമ്പാറിന്. ചിലർ വറുത്ത് പൊടിച്ചൊക്കെ ചേർക്കും, പക്ഷെ വറുത്ത് പൊടിച്ച് ചേർക്കണതിന് അത്രയ്ക്ക് മണം വരില്ല. അപ്പം മണത്തിൻ്റെ മണം ഒരു മാറ്റം വരും. ഇതിന് ഒന്ന് തിളയ്ക്കുമ്പോൾ നമുക്ക് പുളി ഒഴിച്ചു കൊടുക്കാം. പുളി വെള്ളത്തിലിട്ടുണ്ടായിരുന്നു, അത് ഞാൻ തിരുമ്മി പിഴിഞ്ഞ് വെച്ചതാണ്. ഇത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്ന് വെച്ചാൽ വെണ്ടയ്ക്ക ഉടയാതിരിക്കാൻ ആദ്യം വെണ്ടയ്ക്ക ഒന്ന് ആവി കയറി കഴിയുമ്പോൾ ആ പുളി ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ വെണ്ടയ്ക്ക ഉടയില്ല. പുളി ഒഴിച്ച് പുളിയൊക്കെ നമുക്ക് ഒടുവ് ഉപ്പും പുളിയും ഇതെല്ലാം നോക്കി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. പാകമാണെങ്കിൽ പിന്നെ നമുക്ക് ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അത് ഒഴിച്ചു കൊടുത്തു. ഞാൻ അതൊന്ന് തിളക്കട്ടെ. ഇതിപ്പോൾ ഞാൻ ആ വറുത്ത് വെച്ച ചൂടാക്കിയൊക്കെ വെച്ച പൊടി സാമ്പാർ പൗഡർ ഒന്ന് ഇത്തിരി വെള്ളം ഒഴിച്ച് ചാലിച്ച് ഇതിലേക്ക് ഒഴിക്കുകയാണ്. പൊടി അങ്ങനെ തന്നെ നമ്മൾ ഇടുമ്പോൾ അത് കട്ട പൊട്ടും. പിന്നെ കുറച്ച് സമയം എടുക്കും അത് കട്ട കരിഞ്ഞ് വരണമെങ്കിൽ. നമുക്ക് അങ്ങനെ ഉടയ്ക്കാനും പറ്റില്ല. ഉടച്ചിട്ടുണ്ടെങ്കിൽ കഷ്ണങ്ങളൊക്കെ ഉടയും. അപ്പോൾ ഞാൻ ഇത്തിരി തിളച്ച വെള്ളം ഒഴിച്ച് ചാലിച്ച് ഇപ്പം ഇത്തിരി കൂടി വെള്ളം നമുക്ക് ചേർത്ത് കൊടുക്കാം. വെള്ളം പാകത്തിന് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ അതിലേക്ക് നമുക്ക് പാകത്തിന് വെള്ളം തിളപ്പിച്ച് വെച്ച വെള്ളം ചേർത്താണ് നല്ലത്. പച്ചവെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ പച്ചവെള്ളത്തിൻ്റെ ഒരു ടേസ്റ്റ് വരും. ഞാനിപ്പോൾ ഇതിങ്ങനെ കൂടുതലെന്ന് വെച്ചാൽ സാമ്പാർ ഇവിടെ ഭയങ്കര ഇഷ്ടമാണ്. ദോശയ്ക്കായാലും ഇഡ്ഡലിക്കായാലും ഇതൊക്കെ. അപ്പോൾ ഒരു 2 ദിവസം ഞാൻ മാവ് അരച്ച് കൂടുതൽ ഇതാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് അപ്പോൾ എന്നൊന്നും സാമ്പാർ വയ്ക്കാൻ പറ്റില്ലല്ലോ. അത് എടുത്തിട്ട് ഇന്നത്തെ ആവശ്യം കഴിയുമ്പോൾ എടുത്ത് ഫ്രിഡ്ജിൽ കുറച്ച് പകർത്തി ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് പിന്നെ കുറേശ്ശെ എടുത്ത് ആവശ്യമനുസരിച്ച് ചൂടാക്കി എടുക്കാം. മൊത്തം എടുത്ത് തിളപ്പിക്കണ്ട. എന്നുവെച്ചാൽ ബാക്കി വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ പിറ്റേ ദിവസം അത് ഇതാക്കണ്ടേ. അപ്പോൾ അത് കുറേശ്ശെ എടുത്ത് തിളപ്പിച്ച് പിന്നെ സാമ്പാർ എങ്ങനെയായാലും എങ്ങനെ കുറച്ച് വെച്ചാൽ സാമ്പാർ വയ്ക്കുമ്പോൾ കൂടും. ഇത് നമുക്ക് വെള്ളം പാകത്തിന് വെള്ളം ഇതായി. ഇനി അതൊന്ന് തിളച്ച് കുറുകട്ടെ, കൂടി തിളക്കട്ടെ. ഉപ്പും പുളിയും ഇത്തിരി കുറവുണ്ടായിരുന്നു, അത് ചേർത്തി കൊടുത്തു. ഇനി നമുക്ക് മല്ലിയില ഇടാം. ഈ മല്ലിയിലയൊക്കെ ഇപ്പോൾ കുറച്ച് കാലമായിട്ടുള്ളൂ മല്ലിയില സാമ്പാറിലിട്ട് തുടങ്ങിയിട്ട്. ഞാൻ ആദ്യമൊക്കെ വറുത്തരച്ചാണ് സാമ്പാർ വയ്ക്കാറ്. വറുത്തരച്ച് വയ്ക്കുമ്പോൾ മല്ലിയിലയുടെ ഒരു ഇതൊന്നും ഇല്ല. അപ്പോൾ മോൻ വലുതായ പിന്നെയാണ് അവന് സാമ്പാറിൽ മല്ലിയില ഇടണം എന്നുള്ളൊരിത് അവൻ നിർബന്ധം എടുത്തത്. അപ്പോൾ പച്ചക്കറി മേടിച്ചിട്ട് വരുമ്പോൾ സാമ്പാർ വയ്ക്കണ്ടെങ്കിൽ മല്ലിയിലയും മേടിച്ചിട്ട് വരും. അപ്പോൾ മല്ലിയില ഇട്ട് കൊടുത്തു. ഇന്നിപ്പോൾ ആൾ ഇവിടെ ഇല്ല, വീട്ടിലില്ല. അല്ലെങ്കിൽ അവന് മോനുമാണ് ടേസ്റ്റ് നോക്കുക. ഇന്നിപ്പോൾ അവനില്ല. തിളയ്ക്കുമ്പോൾ നമുക്ക് വറുത്തിടാം. ചേച്ചി നോക്ക് ചമ്മ നോക്കട്ടെ വേണമല്ല വല്ല പോയി. അവനോട് അവനെ വെച്ചോ കൈത്തിരി കൂടി എന്നിട്ട് സൂപ്പർ എന്ന് പറയണം കേട്ടോ. ടേസ്റ്റ് നോക്ക് എന്തായി നോക്കട്ടെ. സൂപ്പർ സാമ്പാർ ഇനി വീട്ടിൽ എനിക്കാണ്.
സൂപ്പറായ ചൂട് ചൂട്. ഓക്കെ. നീ വറുത്തിട്ടിട്ട് നന്ദിട്ട് നോക്കിയേ. ഞാനും ചേർക്കണം ഉപ്പ് തരാം തരാം പിന്നെ തരാം തരും പണി തരും. പൊണ്ണു തരില്ല പുളിയുണ്ടല്ലേ ഉപ്പ് സൂപ്പർ. എന്നാ അത്തിരി കൂടി എന്നാ കയ്യിലുള്ളത് ചൂടാറിയത് നീ കാച്ചിട്ട് ഒന്നുകൂടി നോക്കാട്ടാ. കൈ നമുക്ക് ഇതിലേക്ക് വറുത്തിടാം. കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. അതൊന്ന് ചൂടാവുമ്പോൾ അതിലേക്ക് ചിലപ്പോൾ ഉലുവ ഒന്ന് പൊട്ടുമ്പോൾ ഇപ്പം ഞാൻ ആ പൊടിച്ച് വെച്ചതിൽ ഉലുവി ഇതെല്ലാം കൂട്ടി പൊടിച്ച് വെച്ചതാണ്. അതുകൊണ്ട് ഇതിങ്ങനെ വറുത്തിടാൻ ചിലപ്പോൾ മതി. ഉലുവി ഒന്ന് പൊട്ടട്ടെ. സിമ്മാക്കിട്ടോ. ഇതിലേക്ക് ഉലുവ പൊട്ടി ഇതിലേക്ക് നമുക്ക് കടുകിടാം. കടുകിട്ട് വെക്കും. നമ്മുടെ വറ്റൽ മുളക് 4-5 എണ്ണം, 5 വറ്റൽ മുളക് ഇട്ടുണ്ട്. ഗ്യാസ് ഓഫാക്കി ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് എരിവുണ്ട്. കത്തി നല്ല എരിവൊക്കെ ഉണ്ട്. ഭംഗിക്ക് വേണ്ടിയിട്ട് ഒരല്പം മുളക് പൊടി അതിൻ്റെ മുകളിൽ ഇങ്ങനെ തെളിഞ്ഞ് കിടക്കണം കാണാൻ ഒരു ഭംഗിയാണ്. അതിന് വേണ്ടിയിട്ട് അല്പം മുളക് പൊടി. പിന്നെ ഇത് ഗ്രാമത്തിൻ്റെ സാമ്പാർ പൊടിയാണ്. ഇതൊരു കുറച്ച് ഒരു സ്പൂൺ ഇട്ടിട്ടുണ്ട്. നമുക്ക് സാമ്പാറിലേക്ക് ഒഴിച്ചോളാം. നമ്മുടെ സാമ്പാർ റെഡിയായി. ഇപ്പോൾ ഒരു ഇത്തിരി സാമ്പാറൊക്കെ ആയിട്ട് അങ്ങനെ വെക്കാം കേട്ടോ. അത് നമുക്ക് കുറച്ച് ആളുകളൊക്കെ പിന്നെ എന്ന് വെച്ചാൽ എപ്പോഴും സാമ്പാർ കൂട്ടാനൊക്കെ താല്പര്യമില്ലാത്തവരുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഇതിൻ്റെ ഒരു 4-1 അങ്ങനെയൊക്കെ ആയിട്ട് എടുത്തു വെച്ചാൽ മതി. എന്ന് വെച്ചാൽ ഇവിടെ സാമ്പാർ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ സാമ്പാർ വയ്ക്കുമ്പോൾ കൂടുതൽ വെക്കണത്. മോനായാലും വെച്ചാൽ ഇഡ്ഡലിയോ ദോശയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒക്കെ അവർക്ക് സാമ്പാറാണ് കൂടുതൽ. ഇതൊന്ന് നമ്മൾ വറുത്തിട്ടിട്ട് പിന്നെ ഒന്ന് അടച്ച് വെക്കണം. അപ്പോഴാണ് ആ വറവിൻ്റെ ഇതൊക്കെ സാമ്പാറിലേക്ക് പിടിക്കുള്ളൂ. അപ്പോൾ ഒന്ന് മൂടി വെച്ചു. സാമ്പാർ റെഡിയായി. ഇത് നമുക്ക് എളുപ്പമാണ്. ആദ്യമൊക്കെ ഞാൻ വറുത്തരച്ചൊക്കെയാണ് സാമ്പാർ വെക്കാറ്. ഒരു ഇത്തിരി നാളികേരവും കടലപ്പരിപ്പും മല്ലിയും മുളകും അങ്ങനെയൊക്കെ നന്നായിട്ട് വറുത്തരച്ചാണ് വെക്കാറ്. ഇപ്പോൾ കുറച്ച് നാളായിട്ട് വറുത്തരച്ച് വെക്കലില്ല. എന്ന് വെച്ചാൽ അത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അപ്പോൾ അതിന് പകരം ഞാൻ എന്താണെങ്കിൽ ഒരു പൗഡർ സാമ്പാറിന് പൗഡർ ഞാൻ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. എൻ്റെ പേരക്കുട്ടി മൂത്തോള്, എൻ്റെ മോളുടെ കുട്ടി, എനിക്ക് 2 പേരക്കുട്ടികളുള്ളോ, മോളുടെയും മോൻ്റെയും ആയിട്ട് ഓരോരുത്തരുള്ളോ. അപ്പം അത് അവൾക്ക് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ അവൾക്ക്
സാമ്പാർ ഭയങ്കര ഇഷ്ടമാണ്. അമ്മാമ്മയുടെ സാമ്പാർ എന്നും പറഞ്ഞിട്ട് അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവൾ പറയാ അവളുടെ അമ്മേനെ ചീത്ത പറയുള്ളൂ. അമ്മ വയ്ക്കണ പോലെ എന്താ അമ്മയ്ക്ക് സാമ്പാർ വെക്കാൻ പറ്റാത്തതെന്ന് ചോദിച്ചിട്ട് അവള് പറയാം. എന്നിട്ട് ഞാൻ നിൽക്കുമ്പോ എന്നെ കൊണ്ടാണ് സാമ്പാർ വെക്കുക അവള്. അപ്പൊ അവള് പറയും നന്നായി സൂപ്പറായി ഇങ്ങനെ കണ്ടുപിടിക്കുക. അവിടെ അമ്മോട് പറയുള്ളൂ ഇങ്ങനെ കണ്ടുപിടിക്കുക സാമ്പാർ വയ്ക്കാൻ കണ്ടുപിടിക്കുക എന്ന് പറയും. അപ്പൊ ഞാൻ ഇന്നാള് പോയപ്പോ മോളുടെ അടുത്ത് ഇപ്പൊ ഒരു മാസം മുമ്പ് ഞാൻ പോയി 2 ദിവസം നിന്നപ്പോൾ അവൾക്ക് ഞാൻ തയ്യാറാക്കി വെച്ചേക്കണ സാമ്പാർ പൊടി ഞാൻ വറുത്ത് പൊടിച്ച് ഇതാക്കി കൊടുത്തു. അപ്പം അതിന് ശേഷം സാമ്പാർ വയ്ക്കുമ്പോൾ കുഴപ്പമില്ല നല്ല സാമ്പാറാ എന്ന് പറയും. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ശ്രമിച്ച് നോക്കുക. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ പിന്നീട് പരിചയപ്പെടുത്തി തരാം. ഇപ്പോൾ കുറച്ചുകൂടി ഇരിക്കുന്നുണ്ട് പൊടിച്ചത്. അപ്പം അതുകൊണ്ടാണ് അതൊക്കെ എടുക്കണതൊക്കെ കാണിച്ചു തരണമല്ലോ. അപ്പം അതാണ്. അപ്പോൾ ഗ്രാം സാമ്പാർ പൊടിയുടെ ഒരു സ്പൂണ് ഞാൻ ഇട്ടിട്ടുണ്ട്. മുളക് പൊടി മല്ലിപ്പൊടിയും ഇതിപ്പോൾ നമുക്ക് വീട്ടിലിപ്പോൾ ഒഴിവ് ദിവസങ്ങളിൽ ജോലിക്ക് പോവാത്ത ഒഴിവ് ദിവസങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെ അല്പം സാമ്പാർ വെച്ച് രാവിലെ ഇതാക്കിയിട്ടുണ്ടെങ്കിൽ ഇഡ്ഡലിക്ക് ദോശയ്ക്ക് അല്ലെങ്കിൽ ഇനിയിപ്പോൾ ചോറിന് അങ്ങനെയൊക്കെ കൂട്ടി കഴിക്കാം. എല്ലാവരും ഒന്ന് ശ്രമിച്ച് നോക്കുക. നല്ല സാമ്പാറാണ്.